മറുപടി കൊടുക്കാതെ ഉരുണ്ടുകളിച്ച കേന്ദ്രത്തിന് മറുമരുന്നിലൂടെ ഉത്തരം കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. 1991 ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ മറുപടി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിനെതിരെ മധുരി ഷാഹി മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളി കയ്യോടെ പൊക്കിയ സുപ്രീം കോടതിയോ സർവേ നടത്തുന്നതിനുള്ള സ്റ്റേ വീണ്ടും നീട്ടിക്കൊണ്ട് നല്ല ചുട്ട മറുപടി കൊടുത്തു. 2023 ഡിസംബർ 14 അലഹബാദ് ഹൈക്കോടതി പള്ളിയിൽ സർവേക്ക് ഉത്തരവിടുന്നത്. പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയ ഹിന്ദു സംഘടന കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി നടപടിയുണ്ടായത്. അതിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയത്. അതാണിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് നീട്ടിയതും. ഹർജികൾ ഏപ്രിൽ 1 പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. കേന്ദ്രം മനഃപൂർവ്വം മറുപടി വൈകിപ്പിക്കുകയാണെന്നും മറുപടി നൽകാനുള്ള കേന്ദ്രത്തിന്റെ അവകാശം എടുത്തു കളയണമെന്നും മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ആരാധനാലയ സംരക്ഷണ നിയമത്തെ എതിർക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ബോധപൂർവം മറുപടി വൈകിപ്പിക്കുന്നതെന്നും മസ്ജിദ് കമ്മിറ്റി ആരോപിച്ചു. 12/3/2021 റിട്ട് പെറ്റീഷൻ നോട്ടീസിന് മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നും 2 ആഴ്ചക്കകം മറുപടി നൽകണമെന്നും 2022 സെപ്റ്റംബർ 9 ഉത്തരവിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. 2022 ഒക്ടോബർ 12 ഹർജി പരിഗണിച്ച കോടതി മറുപടി നൽകാനുള്ള സമയം 2022 ഒക്ടോബർ 31 വരെ നീട്ടി നൽകിയെങ്കിലും കേന്ദ്രം മറുപടി നൽകാൻ തയ്യാറായില്ല എന്ന് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒടുവിൽ 2024 ഡിസംബർ 12 3 വർഷമായിട്ടും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല എന്നും 4 ആഴ്ചയ്ക്കുള്ളിൽ കൗണ്ടർ അഫിഡവിറ്റ് നൽകണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ സമയപരിധിയും അവസാനിച്ചു, എന്നിട്ടും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയില്ല. ഫെബ്രുവരി 17 ഹർജി സുപ്രീം കോടതിയിൽ ഇനി പരിഗണിക്കുന്നത്. 3 വർഷത്തിലധികം സമയം നൽകിയിട്ടും മറുപടി നൽകാൻ തയ്യാറാവാത്ത കേന്ദ്രത്തിന് അതിനുള്ള അവകാശം എടുത്തു കളയുന്നതാണ് യഥാർത്ഥ നീതിയെന്നും മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ പറയുന്നുണ്ട്. 2024 ഡിസംബർ 12 ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വിഷയത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച പുതിയ ഹർജികൾ സ്വീകരിക്കുകയോ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ സർവേക്ക് നിർദ്ദേശം നൽകുകയോ ചെയ്യരുത് എന്ന കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി ഈദ്ഗാഹ് പള്ളിയിൽ ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഹൈന്ദവ വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയിലാണ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നും സർവേ നടത്തണം എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. പള്ളി പൊളിച്ചു മാറ്റി 13.37 ഏക്കർ സ്ഥലം തങ്ങൾക്ക് കൈമാറണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ അലഹബാദ് ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയതാണ്.